ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോണാസ് ക്രിയേറ്റീവ് ഹബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മെറ്റേണിറ്റി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. നമ്മളിവിടെ UK ഡെലിവറി പ്ലാൻ ചെയ്യുന്നവർക്ക് നാട്ടിലെ ബാക്ക് പാക്കിങ്ങുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 80% സെയിം ആണ്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് UK NHS ഹോസ്പിറ്റലിൽ ഡെലിവറി പ്ലാൻ ചെയ്യുന്നവരുടെ ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ UK നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മളിവിടെ ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത് 6 to 24 hours ആണ്. അപ്പം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകുന്ന പോലെ ഒത്തിരി ഡ്രസ്സൊന്നും വലിച്ചു വാരി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുവാണ്, അല്ല സിസേറിയൻ ആണെങ്കിൽ മാത്രം നമ്മൾ 3-4 ദിവസം സ്റ്റേ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അടുക്കുന്നത്, നമുക്കിപ്പോൾ ഇതേവരെയുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ വെച്ച് നോർമൽ ഡെലിവറിയാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു പെട്ടിയാണ് പാക്ക് ചെയ്യുന്നത്. ഒരു പെട്ടിയിൽ ഒരു സൈഡ് മദറിൻ്റെ സൈഡും ഒരു സൈഡ് ബേബിക്കുള്ളതുമാണ് ഇപ്പം പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം എക്സ്ട്രാ നമ്മൾ മറ്റൊരു പെട്ടിയിലാണ് പാക്ക് ചെയ്യുന്നത്. അത് നമ്മൾ വണ്ടി വെക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എടുത്തേച്ചാൽ മതി. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യത്തെ ഈ പെട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് മദർ സൈഡാണ്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന 2 ടവലാണ്. ഒരു ബിഗ് ടവലും ഒരു സ്മോൾ ടവലും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബാഗിൻ്റെ അകത്ത് ടോയ്ലറ്ററീസ്, അതായത് ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇന്നർ ഗാർമെൻറ്റ്സ് നമ്മളൊരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫീഡിങ് ഡ്രൈവ് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിങ് ഗൗണ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ പറയുന്നുണ്ട് ഡ്രസ്സിങ് ഗൗൺ എടുക്കണമെന്ന്. നമുക്ക് ഫീഡ് ചെയ്യാനും എല്ലാത്തിനും അതാകുമ്പം കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കരുതേണ്ടതാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇടാനായിട്ടൊരു ഡ്രസ്സ് നമ്മൾ കരുതുക. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേണ്ടതാണ് പാഡ്സ്, അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു നിപ്പ് കെയർ ഓയിൻമെൻറ്റ് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ ഒരു മേക്കപ്പിൻ്റെ ഒരു ചെറിയ കിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതാണ് ഒരു ചെരുപ്പ്, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഇടാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ ടവലും ടോയ്ലറ്ററീസും ഹോസ്പിറ്റൽ ഗൗണും എല്ലാം കിട്ടും. എന്നാലും നമുക്ക് നമ്മുടെ തന്നെ യൂസ് ചെയ്യുന്നതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ടാണ് നമ്മളെല്ലാം കരുതിയിരിക്കുന്നത്. ഇനി അഥവാ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇത്രയൊക്കെയാണ് മദർ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബേബി സൈഡിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ബേബിക്ക് ഇപ്പോൾ ഇവിടെ എടുക്കുന്ന എല്ലാ 4 ജോഡി വെച്ചാണ്. അപ്പം ഞാനാണ് ഒന്നും സെറ്റായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കൂടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞുടുപ്പ്, അകത്തിടാനായിട്ടുള്ള ഇന്നറ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ലീപ്പ് സ്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ളിൽ തന്നെ സോക്സിൻ്റെ ഇത് വരുന്നുണ്ട്, ലെഗ് കവറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ സെപ്പറേറ്റ് സോക്സ് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ മെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇത് കാരണം പിള്ളേർ സ്ക്രാച്ച് ഒന്നും ഫേസ് ചെയ്യാതിരിക്കാനോ അതുപോലെ തന്നെ തണുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മെറ്റൽസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബേബീനെ റാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുസ്ലിം ഷീറ്റ് എന്ന് പറയും. ഇത് ബേബി കവർ ചെയ്യാനും അതുപോലെ തന്നെ ബേബിയുടെ കോട്ടിലിടാനും ഒക്കെ ഈ ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കൂടെ തന്നെ ഒരു ബ്ലാങ്കറ്റ് കൂടെ അറ്റ് എ ടൈം എടുക്കുന്നുണ്ട് ബേബീനെ കവർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ഇങ്ങനെ 4 സെറ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മെൻഷനും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കൊച്ചിനെ ഇടിക്കേണ്ടത് ഏതാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും യൂസ് ആവണം നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു 4 ജോഡി കരുതുകയാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേണ്ട ഒരിതാണ് വിപ്സ്, അതായത് കൊച്ചിന് പാലൊക്കെ കൊടുക്കുമ്പം നമ്മളിപ്പോൾ പാല് സൈഡിൽ കൂടെ പോകാനോ ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്കപ്പം ഇതുണ്ടെങ്കിൽ എപ്പോഴും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട വരത്തില്ല, ഇത് മാത്രം മാറ്റിയാൽ മതിയല്ലോ. അതും ഞാനൊരു 4 സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കൊച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പം ഇടിയിക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പാക്കറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നറും സ്ലീപ്പ് സ്യൂട്ടും റാപ്പ് ചെയ്യാനൊരു ഷീറ്റും ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ക്യാപ്പ്, മെറ്റൽസ്,
പിന്നെ ഈ കൂടെ നമ്മൾ സോക്സ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പുറത്തൊക്കെ വരുമ്പം കൊച്ചു തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സോക്സ്, ചെരുപ്പ് മോഡൽ സോക്സ് ആണിത്. ഇതുകൂടെ നമ്മൾ ഈ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേണ്ടതാണ് ബേബി നാപ്പീസ്. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ തുണിയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഡയപ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയപ്പറിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിലൊക്കെയാണ് നമ്മളെപ്പോഴും കോട്ടൺ തുണികളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡയപ്പറൊന്നും യൂസ് ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. ഇവിടെ നമുക്ക് അത് തുണിയൊന്നും യൂസ് ചെയ്യുന്ന അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാപ്പി റാഷസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സുഡോ ക്രീമിൻ്റെ ഒരു ഇത് ഇവിടെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് വെറ്റ് വൈപ്സ്, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും ഇതിനകത്ത് വേറൊരു കണ്ടന്റ് വരുന്നില്ല. 99% പ്യുവർ വാട്ടറാണ്. അപ്പം ഇതും നമ്മൾ ബേബിക്ക് സേഫാണ്. നമ്മളതുകൊണ്ട് ഇത് ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട് വൈപ്സ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു ഫീഡിംഗ് ബോട്ടിൽ. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് പാസിഫയർ. നമ്മൾ ഇവിടുത്തുകാർ പറയുന്നത് ഇത് നമ്മൾ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ഇത് വെച്ച് കൊടുത്ത് ശീലിപ്പിക്കണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ ചിലപ്പോൾ ഇത് വെച്ചെന്ന് വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഫാസ്റ്റ് ഫെയർ വെക്കുന്നതൊക്കെ എല്ലാവരും സമ്മതിക്കത്തില്ലായിരിക്കും. പക്ഷേ ഇവിടുത്തുകാർ പറയുന്നത് ഇത് വെച്ച് കൊടുത്ത് ശീലിപ്പിക്കണം എന്നാണ്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ പിള്ളേർ കൈ സക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് ഇത് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഇത് ചെറുപ്പം തൊട്ടേ വെച്ച് ശീലിപ്പിക്കും. അതുകൊണ്ട് നമ്മളും ഇത് എടുത്തിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മളോട് പാസിഫയർ എടുക്കണമെന്ന്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കാർ സീറ്റ്. ഇവിടെ നമുക്ക് ബേബീനെ വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി തന്നു വിടണമെങ്കിൽ നമ്മൾ കാർ സീറ്റ് കൊണ്ട് ചെല്ലണം. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളാരാണോ അവർ കാറിൽ പോയി കാർ സീറ്റ് എടുത്തിട്ട് വരുമ്പോൾ മാത്രമാണ് അവർ ബേബീനെ കാർ സീറ്റ് വെച്ചാണ് നമുക്ക് തരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ നമുക്കിവിടെ ബേബീനെ കൈ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. കാർ സീറ്റ് മാത്രമേ നമുക്ക് ബേബീനെ അവർ ഡിസ്ചാർജ് ആക്കി തരത്തുള്ളൂ. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കൈ പിടിക്കാൻ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർ സീറ്റ്. തന്നെ നമ്മളിവിടെ പാക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയും കൂടി ഒരു ഡ്രസ്സ് എടുത്ത് വെക്കണം. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ലേബർ റൂമിൽ നമുക്ക് ഹസ്ബൻഡിന് അലൗഡ് ആണ്. നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും അവരെപ്പോഴും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഡ്രസ്സ് നമ്മൾ കരുതുക. ഇത്രയാണ് നമ്മൾ ബാഗ് പാക്കിങ് കരുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ UK ഉള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കാണുന്നതിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.